27-ാം തീയതി അടിമാലി ആനച്ചാല്. അപ്പൊ നമ്മൾ 26-ാം തീയതി ബാലോപ്പ അവിടെ സ്റ്റേ കണ്ണൂര്. നമ്മള് കണ്ണൂരിൽ നിന്ന് വന്നിട്ട് 27-ാം തീയതി അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞ് 28-ാം തീയതി നമുക്ക് പരിപാടി ഇല്ല. ബാലോപ്പക്ക് 27-ാം തീയതി പരിപാടി ഇല്ല. ബാലോപ്പക്ക് 27-ാം തീയതി അല്ലേ പരിപാടി? 28-ാണ് പരിപാടി. എന്താണ് ഇവിടെ? നമസ്കാരം. നമ്മള് മുംബൈയിലേക്ക് പുറപ്പെട്ടു. വസൈയിലാണ് പരിപാടി 25-ാം തീയതി വൈകിട്ട്. അപ്പൊ രാത്രി നമ്മൾ വെളുപ്പാങ്കാലത്ത് പുറപ്പെട്ടു. 5 മണിക്കാണ് നമ്മുടെ വണ്ടിയുള്ളത്. 6 മണിക്കൂർ കഴിച്ചില്ല. അപ്പൊ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അതെ. അപ്പൊ സുമേച്ചിയും ഗോപനും മാഷും കൂടെ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വന്നു. ഗോപൻ മാഷ്ക്ക് നാളെ വേറെ പരിപാടി ഉണ്ട്. ചെന്നൈക്ക് മുംബൈയിലേക്ക് ഗോപൻ മാഷ്. ഞങ്ങള് മുംബൈയില്, ഗോമ ചെന്നൈ പോണു. അതെ ഗോമ. എന്നിട്ട് ഞങ്ങള് കണ്ണൂർക്ക് വരും. ഗോമാഷ് ഇവിടെ നിന്ന് വണ്ടിയായിട്ട് കണ്ണൂർക്ക് വരും. അതെ, പല പല അഡ്ജസ്റ്റ്മെന്റ് പദ്ധതികളുണ്ട്. ഞങ്ങൾ മുംബൈക്ക് ഇവിടുന്ന് ഇപ്പൊ ട്രെയിനിന് പോകുന്നു. അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് ടു മംഗലാപുരത്ത് നിന്ന് കണ്ണൂർക്ക് ട്രെയിൻ. അത് കഴിഞ്ഞ് കണ്ണൂർക്ക് ഇവര് ഇവിടുന്ന് കാറും കൊണ്ട് വരും. പിന്നെ ഞങ്ങൾ പരിപാടിയൊക്കെ നടത്തി അവിടുന്ന് കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് അടിമാലിക്കും. അതെ, ഇവിടുന്ന് ഇവര് ബാലുമാഷ്, ഗോപൻ, പിന്നെ നമ്മുടെ കീബോർഡ് ആകാശിന്റെ ദേവൻ, ഇവരൊക്കെ നിങ്ങൾ വണ്ടി എടുത്ത് കണ്ണൂർക്ക് വരും. ഞങ്ങളുടെ പരിപാടിക്ക് ഫുൾ ഓർക്കസ്ട്ര ആണ്. അതെ അതെ. കണ്ണൂരത്തെ പ്രോഗ്രാമില് പുതിയ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. അതാണ് വ്യത്യാസം. കുറച്ചുപേര് ഇവിടെ നിന്നും കുറച്ചുപേര് ആ സൈഡിൽ നിന്ന് വന്നു. അതിനകത്ത് വയലിൻ മറ്റേ കാസർഗോഡ് ഗണരാജും, തബല റിനീഷ് കാക്കു. അതെ, ബാക്കി നമ്മൾ ഇവിടുന്ന് ഇവര് 3 പേര്. കമ്മത്ത് മാഷും ഗോപനും ഇവിടെ രഞ്ജും. ദേവൻ അല്ല, രഞ്ജു ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. ഉണ്ട്. അല്ല, കണ്ണൂരത്തെ പരിപാടി കാര്യം പറഞ്ഞേ. സോറി, കൺഫ്യൂഷൻ. അതായത് രമണ, നമ്മള് ഇപ്പൊ പോകുമ്പോ രഞ്ജു, സുശീലൻ ചേട്ടൻ, തബല ബാലു, നമ്മള് 4 പേരും കൂടെയാണ് മുംബൈക്ക് പോകുന്നത്. ഗോപന് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് നാളെ പരിപാടി കഴിഞ്ഞ് മറ്റന്നാൾ നമ്മള് കണ്ണൂർക്ക് വരുന്നു. അതിന് നമ്മൾ 4 പേര് മാത്രം. രഞ്ജു, സുശീലൻ ചേട്ടനും ബാലുവും കൂടെ ട്രെയിനിന് നാട്ടിലേക്ക് പോരുന്നു. അതെ, വേറൊരു കാര്യമുണ്ട്. 26-ാം തീയതി ആറു ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവാ. ചെലവുണ്ട്. അല്ല മറ്റേ സാധനം എടുത്താ ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് ഉണ്ട്, വീട്ടിലടക്കി പാസ്പോർട്ട് ഉണ്ട്. അതല്ല, വെറ്റിലടക്കൊക്കെ മറ്റേ ഫ്ലൈറ്റില് കയറുമ്പോ മറ്റേ പൈലറ്റിനെ വിളിച്ച് നമസ്കരിച്ച് തേങ്ങ പിടിക്കോട്ടെ ആകാശം. അല്ല, ഫ്ലൈറ്റിന്റെ വീലുമ്പോ നാരങ്ങ വെക്കണോ? കണ്ടോ ഗൈസ്, എന്നെ എല്ലാരും കൂടെ കളിയാക്കുന്നു. വേറൊരു കാര്യമുണ്ട്. പറവിന് മറ്റേ ഇതില് കയറാൻ പേടിയാണ്. ലിഫ്റ്റില് കയറണമല്ല, തെറ്റിക്കല്ലേ, എസ്കലേറ്ററിൽ കയറാൻ പേടിയുണ്ടേ. ഇത് എവിടെയെങ്കിലും എസ്കലേറ്ററിൽ കയറാൻ മതി. ഞാൻ വന്നോളാം, നിങ്ങൾ പൊക്കോന്ന് പറയും. എനിക്ക് തോന്നണത് മുംബൈ എയർപോർട്ടിൽ അമ്മ അവിടെ നിന്നിട്ട് ഞാൻ വന്നോളാം, നിങ്ങൾ പൊക്കോന്ന് പറയുന്നു. അതെ, ഞാൻ അടുത്ത വണ്ടിക്ക് വന്നോളാന്ന് പറയും. പറയാൻ പറ്റില്ല, എനിക്ക് ഇത്തിരി പേടിയുണ്ട്. എന്തിനാ നമ്മളില്ലാത്ത പറയണത്? കല്യാണിലും ഒക്കെ പോകുമ്പോ നമ്മള് ലിഫ്റ്റില് കയറുള്ളൂ. മറ്റേതില് പോവാന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാന്ന് പറയും. പക്ഷെ ഞാനും ഇതും മാത്രമുള്ളപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടാ. ഇല്ല വിധോ അന്നേരത്തെ അമ്മ ആകല്ലോ, ഞാനില്ല എന്നല്ലേ പറഞ്ഞു പറയും. ഓടാ. അപ്പൊ ഇന്നത്തെ യാത്ര ഞങ്ങൾ തുടങ്ങി. പെരിഞ്ഞിടത്ത് പരിപാടി കഴിഞ്ഞ് വന്നു. ഗോപൻ കസേരമ ഇരുന്ന് ഉറങ്ങി. നമ്മള് ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്തു, കുളിച്ചു, റെഡിയായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹാപ്പി ജേണി.